ഇവിടെ വരൂ ബാലന്മാരെ, ഇവിടെ വരൂ പെൺകുട്ടികളെ. കുട്ടികളെ, ഇത് എങ്ങനെ ചെയ്യാമെന്ന് അവർക്ക് കാണിക്കാം. ഹേയ് അലക്സ്, സംഗീതം മാറ്റരുത്. അലക്സ്, നീ സ്പീക്കർ നശിപ്പിച്ചു. ഇല്ല ദാഷ, നീ തന്നെയാണ് അത് ചെയ്തത്. അത് നീ ആയിരുന്നു. അത് നീ ആയിരുന്നു. ഇല്ല, അത് നീ ആയിരുന്നു. ഇല്ല, അത് നീ ആയിരുന്നു. അത് നിന്റെ തെറ്റാണ്. ആദ്യമായി അത് തൊട്ടത് നീ ആയിരുന്നു. സത്യത്തിൽ എനിക്ക് ഇത് ഇഷ്ടമല്ല. അതെ, അങ്ങനെ തന്നെയാണോ അലക്സ്? ശുശി. ഓ അതെ, ഇത് നോക്കൂ. ഞാൻ നിന്നെ പിടിക്കും. ഞാൻ അവരെ ഇപ്പോൾ തന്നെ നിർത്തണം. ഇത് പ്രവർത്തിക്കണം. ഓ എന്റെ ദൈവമേ, ഇത് ആരാണ്? കുട്ടികളെ, ദയവായി ഇത് നിർത്തൂ. നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പം നോക്കൂ. നിനക്ക് അറിയാമോ, നീ ശരിയാണ്. ഈ കുഴപ്പം നമുക്ക് വൃത്തിയാക്കാം. വാസ്തവത്തിൽ അത് ദാഷയുടെ തെറ്റാണെന്ന് ഞാൻ കണ്ടു. ദാഷ, ഞാൻ നിന്നെ സഹായിക്കും. അതിനാൽ നമുക്ക് വേഗത്തിൽ വൃത്തിയാക്കാം. അലക്സ്, നീ സഹായിക്കുമോ? ഇല്ല, എന്റെ ഭാഗം ശരിയാണ്. എന്ത്? കുക്കികൾ വിറ്റഴിക്കുന്നത് നല്ല ആശയമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇല്ല, നമുക്ക് കപ്പ് കേക്കുകൾ വിറ്റഴിക്കാം. ഇല്ല, ഞാൻ കുക്കികൾ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കപ്പ് കേക്കുകൾ എന്ന് പറഞ്ഞു. കുക്കികൾ. ഇല്ല, കപ്പ് കേക്കുകൾ നല്ലതാണ്. ഇത് എന്റെ അലങ്കാരങ്ങളാണ്. സുന്ദരം. ഓ ഓ നോക്കൂ. വാവ്, നോക്കൂ. രുചികരമായ കുക്കികൾ, കപ്പ് കേക്കുകൾ, കപ്പ് കേക്കുകൾ, കുക്കികൾ, കപ്പ് കേക്കുകൾ. ഹലോ, ഒരു വാങ്ങൽ നടത്തണോ? കുക്കികൾ, കപ്പ് കേക്കുകൾ. ഹലോ, എനിക്ക് ഒരു കുക്കി അല്ലെങ്കിൽ കപ്പ് കേക്ക് വേണം. എന്റെ കപ്പ് കേക്കുകൾ. നീ എന്താണ് ചെയ്തത് ഡാഷ്? അത് നിന്റെ തെറ്റാണ്. ഇല്ല, അത് നിന്റെ തെറ്റാണ്. ഇല്ല, നിന്റെ തെറ്റാണ്. നിനക്ക് അറിയാമോ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒത്തുചേർന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നു. അതെ, ഞങ്ങൾ പോകുന്നു. സുഹൃത്തുക്കളെ, കാത്തിരിക്കുക. എനിക്ക് ഇപ്പോഴും കുക്കികൾ ബാക്കിയുണ്ട്. ഞാൻ നിന്നെ കേൾക്കുന്നില്ല. ഇല്ല, എന്റെ കുക്കികൾ. ഇല്ല ഇല്ല, ഞങ്ങൾ പോകുന്നു. നിന്റെ കാരണം ദാഷ, നമുക്ക് വീണ്ടും വൃത്തിയാക്കണം.
ഓ അതെ, എത്ര കൂളായ സ്ലൈം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യാനുള്ള സമയം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യാം. വാവ, എന്റെ പർപ്പിൾ സ്ലൈമിനെ നോക്കൂ. എന്റെ സ്ലൈം മികച്ചതാണ്. ഞാൻ എന്റേത് ഇനിയും തീർത്തിട്ടില്ല. ക്ഷമിക്കണം, ഇത് എന്താണ്? ഇത് തിരികെ എടുക്കൂ. ഇത് തിരികെ എടുക്കൂ. ഇല്ല, നീ ഇത് തിരികെ എടുക്കൂ. ഇത് നിനക്കുള്ളതാണ്. ഓ എന്റെ ദൈവമേ, നീ എന്താണ് ചെയ്യുന്നത്? നീ വീണ്ടും കുഴപ്പം ഉണ്ടാക്കുകയാണോ? അതെ ദാഷ, നീ എന്ത് ചെയ്തുവെന്ന് നോക്കൂ. ഇല്ല, ഇത് നിന്റെ തെറ്റാണ്. കുട്ടികളെ വിശ്വസിക്കാനാകില്ല. ഇപ്പോൾ തന്നെ ഒത്തുതീർക്കൂ. വിൽപ്പനയ്ക്ക് കളിപ്പാട്ടങ്ങൾ. വിൽപ്പനയ്ക്ക് തൊപ്പികൾ. വിൽപ്പനയ്ക്ക് കളിപ്പാട്ടങ്ങൾ. ഇല്ല, എന്റെ തൊപ്പികൾ വാങ്ങൂ. അവ മികച്ചതാണ്. സുന്ദരമായ പ്ലഷ് കളിപ്പാട്ടങ്ങൾ. അവ എത്ര സുന്ദരമാണ്. സുന്ദരമായ ഭയാനക തൊപ്പികൾ. ഓ വാവ, വളരെ ഭയാനകം. തൊപ്പികൾ മികച്ചതാണ്. കളിപ്പാട്ടങ്ങൾ മികച്ചതാണ്. ഭയാനക തൊപ്പികളെ നോക്കൂ. പ്ലഷുകൾ വളരെ സുന്ദരമാണ്. ഒരു ഭയാനക തൊപ്പി ദയവായി. ഇത് വാങ്ങൂ. നന്ദി. എനിക്ക് ഒരു സുന്ദരമായ പ്ലഷ് കിട്ടുമോ? ഓ, ഇതാ വാങ്ങൂ. നന്ദി. ഇത് നോക്കൂ. ഇപ്പോൾ ഇത് സുന്ദരവും ഭയാനകവുമാണ്. എന്ത്? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരുമിച്ച് വിൽക്കണം. ഇത് എത്ര സുന്ദരമാണെന്ന് നോക്കൂ. അതെ, സുന്ദരവും ഭയാനകവും. നിനക്ക് അറിയാമോ, നമുക്ക് ഒരുമിച്ച് വിൽക്കാം. ഒപ്പുവെക്കുന്നു. എനിക്ക് വിശക്കുന്നു. ദാഷ, എനിക്ക് ഒന്ന് കിട്ടുമോ? ദയവായി ദയവായി ദയവായി. തീർച്ചയായും, ഒരു നിമിഷം. നന്ദി ദാഷ്. എനിക്ക് ഇത് ഇഷ്ടമാണ്. ഓ, എത്ര കിടക്കാം. ആലക്സ്, ചൂട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഉഗ്, ആലക്സ്, നിനക്ക് മറ്റൊന്ന് ഉണ്ടോ? തീർച്ചയായും ദാഷ്. നന്ദി ആലക്സ്. ദാഷ, നമുക്ക് ഇവിടെ ഒരു പാർട്ടി തുടങ്ങാം. മികച്ച ആശയം ആലക്സ്. ഞാനും ഈ അടയാളങ്ങൾ നിനക്ക് കാണിക്കാൻ ആഗ്രഹിച്ചു. എനിക്കും അവയുണ്ട്. സത്യമായി പറയുമ്പോൾ നമുക്ക് വളരെ സാമ്യമുണ്ട്. എന്നെ ക്ഷമിക്കൂ ദയവായി. അതെ, എന്നെയും ക്ഷമിക്കൂ ദാഷ്.
സ്റ്റെഫി ഉത്തരവാദിത്തപ്പെട്ടവളാകൂ. കളിപ്പാട്ടങ്ങൾ വൃത്തിയാക്കുകയും കിടക്കാൻ തയ്യാറാകുകയും ചെയ്യൂ. ഇല്ല 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 ഇല്ല. എന്തൊരു ദുഷ്ടകുട്ടി. അവളെ കാർഡ്ബോർഡ് ലോകത്തേക്ക് കൊണ്ടുപോകാം. ഓ ഇല്ല. സ്റ്റെഫി നീ എവിടെയാണോ? സ്റ്റെഫി നീ എവിടെയുണ്ട്? ഇത് എന്ത് സ്ഥലം? ഞാൻ ഒരു കാർഡ്ബോർഡ് ഷോപ്പിംഗ് മാളിലാണ്. വെൻഡിംഗ് മെഷീൻ, അവിടെ പോകാം. ക്ഷമിക്കണം. നിനക്ക് എന്ത് വേണം? എന്താ എത്ര നേരം നീ ഞങ്ങളെ കാത്തിരിപ്പിക്കും? എന്താ നീ എന്നോട് സംസാരിക്കുകയാണോ? എനിക്ക് ഭക്ഷണം വേണം. എനിക്ക് ഭക്ഷണം വേണം. വേഗം 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 വേഗം. വിളംബരത്തിന് ക്ഷമിക്കണം കൂട്ടുകാരെ. ആദ്യ ഓർഡർ. എനിക്ക് ഒരു ചീസ് ബർഗർ വേണം ദയവായി. എനിക്ക് കുറച്ച് ഫ്രൈസ് വേണം. എനിക്ക് ചിക്കൻ നഗറ്റുകളും സോസും കിട്ടുമോ? നിങ്ങളുടെ ഓർഡറുകൾ ലഭിച്ചു. ദയവായി അവിടെ ഇരിക്കൂ. ദയവായി വേഗം. എനിക്ക് വിശക്കുന്നു. വേഗം. എനിക്ക് ശ്രമിക്കാം പെൺകുട്ടികളെ. ഇത് ഭക്ഷിക്കാനാവില്ല. നാം പോകുന്നു. വാരിക്കോ പെൺകുട്ടികളെ. അത് വളരെ ദുർഘടകരമാണ്. ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു. അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്തും. ഹായ്, എനിക്ക് ഓർഡർ ചെയ്യാം. വരുന്നു. കാത്തിരിപ്പിന് ക്ഷമിക്കണം. ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് ഒരു ഡോണ്ട് വേണം, പക്ഷേ ആരോഗ്യകരമായത്. എന്റെ പ്രത്യേക സ്പിനാച്ച് ഡോണ്ട് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കട്ടെ. അടിപൊളി. ആദ്യം ഒന്ന് മുട്ട വേണം. അതിനുശേഷം കുറച്ച് മാവ്, കുറച്ച് ഉപ്പ്, കുറച്ച് ചീര, പാലും. കലക്കാനുള്ള സമയം. കഴിഞ്ഞു. പിങ്ക് നിറത്തിലുള്ളത്. ചീര ഡോൺസുകൾ തയ്യാറായി. ഇപ്പോൾ അവയെ അലങ്കരിക്കാം. നിനക്ക് ഏത് വേണം? പാൽ, ചോക്ലേറ്റ്, ചെറി, പിസ്ത. ചെറി ദയവായി. ശരി. നിങ്ങളുടെ ഡോണ്ട് തയ്യാറായി മിസ്റ്റർ പോലീസുകാരൻ. അത് അത്ഭുതകരമായിരുന്നു നന്ദി. വിട. മിസ്റ്റർ പോലീസുകാരനെ പോലെ ആരോഗ്യകരമായ ഓപ്ഷനുകൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ക്ഷമിക്കണം, ഞാൻ ഓർഡർ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഉടൻ വരുന്നു. കാത്തിരിപ്പിന് നന്ദി. നിനക്ക് എന്ത് വേണം? എനിക്ക് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് വേണം ദയവായി. കുറച്ച് നിമിഷങ്ങൾ മാത്രം ദയവായി. സ്ട്രോബെറിയുമായി തുടങ്ങാം. അടുത്തത് കുറച്ച് പാൽ ചേർക്കാം. കുറച്ച് സ്ട്രോബെറി സിറപ്പ്. കഴിഞ്ഞു വരുന്നു. കുറച്ച് വിസ്പ് ചെയ്ത ക്രീം. നിങ്ങളുടെ മിൽക്ക് ഷേക്ക് തയ്യാറായി. നിനക്ക് ഇത് ഇഷ്ടമാണോ മിസ്റ്റർ സൂപ്പർ ഹീറോ? നന്ദി, എനിക്ക് ഇത് ഇഷ്ടമാണ്. ലോകത്തെ രക്ഷിക്കാനുള്ള സമയമാണ്. ഞാൻ നല്ലതായിരിക്കും എന്ന് കരുതുന്നു. നിനക്ക് എന്താണ് തോന്നുന്നത്? ബാബ, ഇത് ഒരു കളിസ്ഥലമാണ്. കുറച്ച് രസിക്കാം കൂട്ടുകാരെ. വാരിക്കോ വാരിക്കോ പോകാം. ഞാൻ എന്താണ് കിട്ടിയത് എന്ന് നോക്കൂ കൂട്ടുകാരെ. പോകാം. അവിടെ ആരാണ്? മോശം പെരുമാറ്റം തെറ്റാണ്. അത് എപ്പോഴും മോശം ഫലങ്ങളിലേക്ക് നയിക്കും. അത് നിർത്തൂ.
ഹേ നിർത്തൂ, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഇല്ല ഇല്ല, നിർത്തൂ, നിർത്തൂ, നിർത്തൂ. പിടിച്ചു, ദുഷ്ടകുറ്റ. കടുപ്പമായി കളിക്കുകയും കളിപ്പാട്ടങ്ങൾ എറിയുകയും ചെയ്യുന്നത് മോശമാണ്. നമുക്ക് വൃത്തിയാക്കാം. അതെ വിട. ഹേ കാത്തിരിക്കുക, കളിപ്പാട്ടങ്ങൾ വൃത്തിയാക്കേണ്ടതില്ലേ? അത് ശരിയല്ല. ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്റെ മുറിയിലെ എല്ലാ കളിപ്പാട്ടങ്ങളും വൃത്തിയാക്കും. അവസാനത്തേത്. ഈ കുഴപ്പം വൃത്തിയാക്കുന്നതിൽ ഞാൻ നല്ല ജോലി ചെയ്തു. എപ്പോഴും നിങ്ങളുടെ മുറി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക കൂട്ടുകാരെ. ഓ അത് എന്താണ്? ഈ കാർഡ്ബോർഡ് ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് എന്റെ അച്ഛനെയും എന്റെ മനോഹരമായ മുറിയെയും വളരെ മിസ് ചെയ്യുന്നു. നമുക്ക് അകത്ത് പോകാം കൂട്ടുകാരെ. സ്ലൈം അവിടെ. ഇത് എന്റെ മുറിയാണോ? അച്ഛാ, ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി. ഹലോ സ്റ്റെഫി, കിടക്കാൻ മുമ്പ് പുസ്തകം വായിക്കാമോ? നല്ല ആശയം അച്ഛാ. ഒരു കഥ തിരഞ്ഞെടുക്കാം സ്റ്റെഫി. എന്തുകൊണ്ട് പുസ്തകത്തിലെ എല്ലാ പേജുകളും ശൂന്യമായിരിക്കുന്നു? കാർഡ്ബോർഡ് ലോകത്ത് സ്റ്റെഫി, പുസ്തകങ്ങൾക്ക് ചിത്രങ്ങൾ ഇല്ല. എനിക്ക് ഇത് ഇഷ്ടമല്ല. എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല. സംസാരിക്കാൻ സമയം ഇല്ല, കിടക്കാൻ സമയം. ശുഭരാത്രി സ്റ്റെഫി. ഈ കിടക്ക വളരെ അസൗകര്യമാണ്. ഇതിൽ പരിചയപ്പെടുക സ്റ്റെഫി. നീ ഇവിടെ വളരെ വളരെ കാലത്തേക്കാണ്. ഇല്ല, ഞാൻ എന്റെ യഥാർത്ഥ അച്ഛനോടും യഥാർത്ഥ ലോകത്തേക്കും മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മടങ്ങാൻ ആഗ്രഹിക്കുന്നു. സ്റ്റെഫി, അച്ഛാ, നീ തിരികെ വന്നിരിക്കുന്നു. കിടക്കാൻ മുമ്പുള്ള കഥയും ഉറക്കവും സമയമായി. ഇനി അല്ല അച്ഛാ. ആദ്യം വായനക്കും ഉറക്കത്തിനും മുമ്പ് എന്റെ കളിപ്പാട്ടങ്ങൾ വൃത്തിയാക്കണം. നന്നായി ചെയ്തു സ്റ്റെഫി. ഞാൻ നിന്നെ വളരെ അഭിമാനിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മൃഗങ്ങളിൽ ഒന്നായിരുന്നു. എപ്പോഴും നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ വൃത്തിയാക്കുക. ഇത് ഒരു നല്ല ശീലമാണ്. എനിക്ക് മറ്റൊന്ന് കിട്ടുമോ? തീർച്ചയായും. സ്റ്റെഗോസോറസിന്റെ വാലിന്റെ അറ്റം സ്വർണ്ണ നിറമാണ്. സുപ്രഭാതം, എങ്ങനെയിരിക്കുന്നു? ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നു. ദാഷയെ കണ്ടോ? അവൾ എനിക്കൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുമോ? ഇവിടെ അവളുണ്ട്. വാവു, ഇത്രയും പിങ്ക്. ദാഷ, നീ പിങ്ക് പെയിന്റിൽ വീണോ? ദാഷ, നീ വളരെ സുന്ദരിയായി കാണപ്പെടുന്നു. എങ്കിലും ഇത് വളരെ പിങ്കാണ്. നിനക്ക് ഇതിൽ പതുക്കെ പതുക്കെ പരിചയപ്പെടാം. ഇനി മുതൽ ഞാൻ പിങ്ക് മാത്രമേ ധരിക്കൂ. പിങ്ക് മാത്രം? എന്തുകൊണ്ട്? അതെ, എനിക്ക് പിങ്ക് ഇഷ്ടമാണ്. എന്റെ പേര് പ്രിൻസസ് പിങ്ക്. പിങ്ക് 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 പിങ്ക്. എന്ത്? ഇന്ന് നാം പിങ്ക് ഒരു ദശലക്ഷം തവണ കേൾക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇതിനകം അതിൽ ബോർഡിച്ചു. ഓഹ് അതെ. നാം അത് വളരെ കേൾക്കും. നമുക്ക് അത് എണ്ണാം. ആരെങ്കിലും പിങ്ക് എന്ന് പറയുമ്പോൾ നാം ഇത് ഇങ്ങനെ ചെയ്യും. എനിക്ക് പിങ്ക് കൊണ്ട് ഒരിക്കലും അസുഖം വരില്ല. നാം കാണും. ശരി പ്രിൻസസ് പിങ്ക്, ഞാൻ നിനക്ക് പ്രഭാത ഭക്ഷണത്തിന് ഒരു ഓംലെറ്റ് ഉണ്ടാക്കട്ടെ. ഇന്ന് എനിക്ക് ഓംലെറ്റ് വേണ്ട. ഞാൻ പിങ്ക് ഭക്ഷണം മാത്രമേ കഴിക്കൂ. നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ഒരു ആപ്പിൾ എങ്ങനെയിരിക്കും? ദാഷ്. ഇല്ല അച്ഛാ, ആപ്പിൾ ചുവപ്പാണ്, പിങ്ക് അല്ല. എനിക്ക് പിങ്ക് ഭക്ഷണം വേണം. ടോസ്റ്റ് എങ്ങനെയിരിക്കും? പ്രിൻസ് പിങ്ക്. ഇല്ല അച്ഛാ, ബ്രെഡ് വെളുപ്പാണ്. എനിക്ക് പിങ്ക് വേണം. ഞാൻ നിന്നെ സഹായിക്കാം അച്ഛാ.
പ്രഭാത ഭക്ഷണത്തിന് പിങ്ക് ഭക്ഷണം കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. നിനക്ക് ഉറപ്പാണോ? ദാഷ്, നോക്കൂ, സ്ട്രോബെറി പാലാണ്. ഇത് പിങ്ക് ആണ്. സ്ട്രോബെറി പാലിൻ തീർച്ചയായും പിങ്ക് ആണ്. പക്ഷേ മറ്റെന്താണ്? പിങ്ക് പാലിൽ സീരിയൽ എങ്ങനെയിരിക്കും? അതെ, ഇത് പ്രവർത്തിക്കും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ സീരിയൽ എല്ലാം പിങ്ക് അല്ല. ചിന്തിക്കേണ്ട, എനിക്ക് ഒരു ആശയമുണ്ട്. എനിക്ക് ഒരു പിങ്ക് പ്ലേറ്റ് വേണം. ഓ, എന്റെ പ്രിയപ്പെട്ട പിങ്ക് പ്ലേറ്റുകൾ. നന്ദി അച്ഛ. ദാഷ, നീ എന്താണ് ചെയ്യുന്നത്? നിർത്തൂ. ചിന്തിക്കേണ്ട അച്ഛ, എല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്. എനിക്ക് പിങ്ക് ഉള്ളവ തിരഞ്ഞെടുക്കണം. മറ്റുള്ളവ എന്ത് ചെയ്യും? ദാഷ്, മറ്റുള്ളവ ബോക്സിൽ പോകും. ഞാൻ പിങ്ക് ഉള്ളവ മാത്രമേ കഴിക്കൂ. ദാഷ, പക്ഷേ നീ എല്ലായ്പ്പോഴും അത് ചെയ്യാൻ കഴിയില്ല. അത് അത്രയും ബുദ്ധിമുട്ടായിരുന്നില്ല. നിനക്ക് പിങ്ക് വളരെ വേഗത്തിൽ ബോറടിക്കും. അപ്പോൾ നിന്റെ കാപ്പി എന്ത്? അതെന്താണ്? എല്ലാ ദിവസവും ഒരേ കാര്യം. നിനക്ക് നിന്റെ കാപ്പി ബോറടിക്കില്ലേ? ഇല്ല. നീ ഓരോ ദിവസവും കാപ്പി കുടിച്ചാൽ ഞാൻ ഓരോ ദിവസവും പിങ്ക് ഭക്ഷണം കഴിക്കും. ശരി, അതിന് ചിയേഴ്സ് പിങ്ക് പ്രിൻസസ്. പിങ്ക് പിങ്ക് പിങ്ക്. ഈ ഷോർട്ട് നോക്കൂ. അതെ, എന്റെ പ്രിയപ്പെട്ട പിങ്ക് മരം. ഓ ദാഷ, നീ എനിക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിക്കുമോ? അതെ, അത് ആശ്രയിക്കുന്നു. നിനക്ക് പിങ്ക് ബാസ്കറ്റ്ബോൾ ഉണ്ടോ? ഇല്ല ദാഷ, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. നന്ദി, പക്ഷേ ഞാൻ പിങ്ക് വസ്തുക്കളുമായി മാത്രമേ കളിക്കൂ. നിനക്ക് നിന്റെ പിങ്ക് വസ്തുക്കളിൽ ബോർഡിക്കാത്തത് എങ്ങനെ? അതെ, നിനക്ക് നിന്റെ ബാസ്കറ്റ്ബോൾ ബോർഡിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ പിങ്ക് ബോർഡിക്കുന്നില്ല. നീ കാണുന്നത് പോലെ. കുട്ടികൾ തയ്യാറാകൂ. നാം ഇന്ന് പുറത്തു ഭക്ഷണം കഴിക്കും. അതിനാൽ ലഞ്ചിന് എന്താണ് ധരിക്കേണ്ടത്? ദാഷ്, ഞാൻ ഇത് ധരിക്കാമോ? ഇത് അല്പം അധികമല്ലേ? നിനക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ഉദ്ദേശം ഇതും പിങ്ക് ആണ്. അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇത് ഇഷ്ടം. ശരി, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് കൂടുതൽ സുഖകരമായ എന്തെങ്കിലും ശ്രമിക്കാം. ഇത് എങ്ങനെയിരിക്കുന്നു? ദാഷ, ഇത് സുന്ദരവും സുഖകരവുമാണ്. ഇല്ല അച്ഛാ, അത് പിങ്ക് അല്ല. എനിക്ക് അത് ഇഷ്ടമല്ല. ഇത് എങ്ങനെയിരിക്കും? വളരെ സുഖകരമല്ലേ? ഇല്ല, അത് പിങ്ക് അല്ല. ദാഷ, നിനക്ക് എങ്ങനെയുണ്ട്? ഇത് പറ്റിയതാണ് അല്ലേ? അത് പിങ്ക് അല്ല. പിങ്ക് പിങ്ക്. നിനക്ക് ഈ വസ്ത്രങ്ങളിൽ ഒന്നും ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രിൻസസ് പിങ്ക് ആണ്. ഞാൻ പിങ്ക് മാത്രമേ ധരിക്കൂ. നീ പിങ്ക് മാത്രം ധരിച്ചാൽ നിനക്ക് ബോറടിക്കുമെന്ന് നീ കരുതുന്നില്ലേ? അതെന്തായാലും. എന്താണ് നിനക്ക് ഉദ്ദേശം? എന്റെ തൊപ്പി? അതെ അച്ഛാ, നീ ഈ തൊപ്പി ഓരോ ദിവസവും ധരിക്കുന്നു. അതിൽ നിന്ന് നീ ബോറടിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പിങ്ക് ഇഷ്ടമാണ്. നീ ശരിയാണ്. ദാഷ, നിനക്ക് പിങ്ക് ഇഷ്ടമാണെങ്കിൽ നീ അത് ധരിക്കാം. നന്ദി അച്ഛാ. നീ ലഞ്ചിന് പോകാൻ തയ്യാറാണോ? അതെ, അതെ. ഞാൻ ആലോചിക്കുന്നു, നമ്മുടെ പ്രിൻസസ് പിങ്ക് എവിടെയുണ്ട്? വോയില, പ്രിൻസസ് പിങ്ക് ഇവിടെ. വാവ്, നീ വളരെ സുന്ദരിയായി കാണുന്നു. ദാഷ്, നിനക്ക് തോന്നുന്നില്ലേ ഞാൻ വളരെ പിങ്ക് ആണെന്ന്? ദാഷ, ഈ പിങ്കിനോടുള്ള സ്നേഹം നിന്നെ വളരെ പ്രത്യേകമാക്കുന്നു. ഞാൻ ഒരേ തൊപ്പി ഓരോ ദിവസവും ധരിക്കുന്നതിൽ ഒരിക്കലും ബോറടിക്കുന്നില്ല. എന്നും എന്റെ പ്രിയപ്പെട്ട കളി ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിൽ ഒരിക്കലും ബോറടിക്കുന്നില്ല. എന്നും ടിവി കാണുന്നതിൽ ഒരിക്കലും ബോറടിക്കുന്നില്ല. വാസ്തവത്തിൽ നന്ദി കൂട്ടുകാരെ. നാം എത്ര തവണ പിങ്ക് കാണുന്നുവെന്ന് പരിശോധിക്കാം. ഏതെങ്കിലും അനുമാനങ്ങൾ? 10. 20 ഇന്ന് 38 തവണ നാം അത് പറഞ്ഞു. പിങ്കിനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ഒരു ചെറിയ അത്ഭുതം ഉണ്ട്. ദാഷ, 3, 2, 1. വാവ്, നീ പിങ്കിൽ അത്ഭുതകരമായി കാണുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാം. പിങ്ക് എന്ന് പറയൂ. പിങ്ക്.